വളരെ ഈസി ആയിട്ട് ഈ ഒരു ഡബിൾ ലെയർഡ് അംബ്രല്ല സ്ലീവ് എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കിയാലോ. ഞാനിവിടെ സ്ലീവ് ലെങ്ത് ആയിട്ട് 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ആദ്യത്തെ ലെയർ 10 ഇഞ്ച് വരും. ഇതിൽ നിന്നും ഒരു 3 ഇഞ്ച് കുറച്ചാണ് സെക്കൻഡ് ലെയർ എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. എത്രയാണോ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് അതിൻ്റെ ഡബിൾ എടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് ഈ ക്ലോത്ത് 4ആയിട്ട് മടക്കിയെടുക്കാം. 10 ഇഞ്ചാണ് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് സീം അലവൻസ് കൂടെ ചേർത്ത് 10.5 ഇഞ്ച് ഈ കോർണറിൽ ഇതുപോലെ ടാപ്പ് വെച്ചതിന് ശേഷം ഇങ്ങനെ മെഷർ ചെയ്തെടുക്കുക. അംബ്രല്ല സ്കേർട്ടിനും ഫ്രോക്കിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ലൈന് വരയ്ക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയറും ചെയ്തെടുക്കാം. ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ കോർണറിൽ ടാപ്പ് വെച്ചതിന് ശേഷം 7 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. 1/2 ഇഞ്ച് സീം അലവൻസ് അടക്കം 7.5 ഇഞ്ച് നേരത്തെ ചെയ്തതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യുക. ഇപ്പോൾ ഇതവിടെ 2 ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇതുപോലെ ഒരു ചോക്ക് എടുത്തിട്ട് 2 ലെയറിൻ്റെയും സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ 2ൻ്റെയും സെൻറ്റർ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഒന്ന് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 8 ഇഞ്ചാണ് ആം ഹോളായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി, അതായത് 8 ഇഞ്ചിൻ്റെ പകുതി 4 ഇഞ്ചും അതിലേക്ക് ഒരു 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ടാപ്പ് ഈ സെൻറ്ററിൽ വെച്ചിട്ട് 4.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ 4.5 ഇഞ്ചിൻ്റെ പകുതി മെഷർ ചെയ്യുക. അതായത് 2.25 ഇഞ്ച് വരും. അത് ഇതുപോലെ അടയാളപ്പെടുത്തുക. നമ്മൾ നേരത്തെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നിന്നും 2.25 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ആ ഒരു പോയിന്റിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ 2.5 ഇഞ്ചിലൊരു ഹാഫ് സർക്കിൾ വരച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ആം ഹോളായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ 2 ലെയറിൻ്റെയും സെൻറ്റർ പാർട്ടുകൾ, അതായത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു സെൻറ്റർ പാർട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ അരികുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ റോളർ കം ഫൂട്ട് ഉപയോഗിച്ചിട്ടുള്ള പൈക്കോ സ്റ്റിച്ചിങ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിഗ്സാഗ് സ്റ്റിച്ചാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് പോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പൈക്കോ സ്റ്റിച്ച് ആകുമ്പോൾ കാണാനൊന്നും കൂടെ ഭംഗിയായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തത്. ഇത് 2 ലെയറിൻ്റെയും അരികുകൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ 2 പീസും ഒരുമിച്ച് ഇതുപോലെ സെൻറ്ററുകൾ ചേർന്ന് വരുന്ന രീതിയിൽ വച്ചു കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ലെയറാണ് ഏറ്റവും മേലെയായിട്ട് വെച്ച് കൊടുക്കുന്നത്. വലിയ ലെയർ താഴെയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ആം ഹോൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് എങ്ങനെയാണ് ഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം.
ഈ വലിയ വശമാണ് നമ്മൾ ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. താഴെ വരുന്ന ഈ ചെറിയ വശം അത് കൈക്കുഴിയുടെ ഭാഗത്തേക്കാണ് വരുന്നത്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിൻ്റെ സെൻറ്ററും ഈ സ്ലീവിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തണേ.